നമ്മൾ വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. എല്ലാം പാവങ്ങളാ. നമുക്ക് ഓർഡർ കിട്ടാതെ തിരിച്ചു പോകാൻ പറ്റുമോ? കളക്ടർ കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. എന്താവുമോ എന്തോ. ഈ ഡ്യൂട്ടി ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് വീട്ടിലോട്ട് പോയിരുന്നു. എനിക്ക് അതിനേക്കാൾ അർജന്റാ. ഭാര്യയുടെ പ്രസവമാണ് ഇന്നോ നാളെയെന്നും പറഞ്ഞ് നിൽക്കുക. എത്ര കുട്ടികളുണ്ട്? കുട്ടികൾ 4-5 ഒക്കെ ഉണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല സാർ. ബി കെയർഫുൾ സാർ. SP ഏത് നിമിഷവും ചെക്കിങ്ങിന് വന്നേക്കാം സാർ. ചെറിയാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നോ? സത്യമായിട്ട് ഉണ്ടായിരുന്നു സാർ. കണ്ടില്ല. നമ്മുടെ 17 പേരെ ആശുപത്രിയിലുള്ളൂ. അവരുടെ 38 പേരുണ്ട്. നമ്മുടെ 10 ആള് പോയി. അവർക്ക് 8 പോയുള്ളൂ. എന്നാലും നമ്മൾ ഒട്ടും മോശമല്ലായിരുന്നു. പക്ഷെ പോരാ. ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഇത് മതി. അതല്ല വേണ്ടത്, കടത്തി വെട്ടണം. അതിനുള്ള അടിയും തടയും കയ്യിലുണ്ടാവണം. അല്ല രാവണിയാര്, നമ്മുടെ വാസുമേന്റെ മകനൊരുത്തല്ലേ ജയിലില്? ആര്? വിശ്വനാഥൻ. അതെ, അവൻ തന്നെ. അവനെ വിടാറായിന്ന് കേൾക്കണല്ലോ. 2-3 ദിവസം വിടുമെന്നാ കേട്ടത്. അവൻ വന്നു കിട്ടിയാൽ അത് നമുക്കൊരു ബലാണ്. ബലത്തിന് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ചേട്ടാ? അതല്ല ചൂ, അവനാകുമ്പോ കുത്തിയും മലർത്തി നല്ല ശീലമുണ്ട്. മുമ്പിൽ നിർത്തിയാൽ എതിരെ വരുന്നവനൊന്ന് നിൽക്കും. വരട്ടെ. കാശ് കുറെ തരാവടോ. വിഷയത്തിനെത്തി കവലയിൽ ബസ് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇത്ര പെട്ടെന്നോ? പോടാ. പൂജപ്പനം ഇവിടെ എത്താൻ പിന്നെ ഒരാഴ്ച വേണോ? നീ പോടാ. വിശ്വട്ടിനോട് വന്നു തരാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. തികഞ്ഞു ആകാശവും ഭൂമിയും പേടിയില്ലാത്തവനാണ് ആള്. ഇവനല്ലേ ആ വിശ്വനാഥൻ? അതെ, കൊലക്കുറ്റത്തിന്റെ ശിക്ഷയും കഴിഞ്ഞ് വരിക. വിശ്വനാഥൻ എത്തിയെന്ന് കേട്ടു. എത്തിയോ? ഇനി കൊച്ചൗസേപ്പേട്ട നോക്കിക്കോ, കാര്യങ്ങൾക്കൊരു ചൂടുണ്ടാകും. അവൻ ആള് പോക്കിരിയാണേലും വെട്ടേണ്ട പോലെ വെട്ടാനും കുത്തേണ്ട പോലെ കുത്താനും അവനെ കഴിഞ്ഞേ ആളുള്ളൂ. അപ്പൊ ഇനി ഇവിടെ കുറെ ചോര ഒഴുകും. ഒഴുകട്ടെ, നല്ലോണം ഒഴുകട്ടെ. കാണാൻ നല്ല രസമായിരിക്കും. എന്തോ നാടി മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? ചെത്തിപ്പറക്കി തീർന്നെ കൊണ്ട് പുഴുങ്ങടി. അല്ലേ വേണ്ട, അപ്പനും മോനും പോയിട്ട് മതി. വേടാ. അപ്പം പോയിക്കോ, ഞാൻ വന്നോളാം. ഇത് നല്ല വേവുള്ള വേവ് സ്വപ്പ കുറവാ. കയറി പൊടിയകത്ത്. അല്ലേ നീ ഏതാ? വേലപ്പാടത്തെ കുറുപ്പച്ചന്റെ മോനാ. ബാലു അല്ലേ? അതെ. ഞാൻ പോകുമ്പോ നീ കൊച്ചാ, വലുതായി പോയി. വിശ്വനാഥൻ വന്നൂത്രേ. ഓ, എങ്കിൽ ഒട്ടും താമസിക്കാണ്ട് ഒരാളെ പറഞ്ഞേച്ച് അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. നമ്മളെ കൂട്ടത്തിൽ പിടിച്ചങ്ങോട്ട് നിർത്തുക. നമ്മുടെ കൂട്ടത്തിലല്ലാതെ അവൻ വേറെ എവിടെ പോവാൻ? ഏയ്, അങ്ങനെ കരുതണ്ട. അവനൊരു പ്രത്യേക ഇനാ. അല്ല, അത് രാവണിയാർക്കും അറിയാലോ. ശരിയാ, ഇടഞ്ഞു നിന്നാൽ അതും ദോഷം. ഇവനെ വിട്ടോ? ഒന്ന് നേരെ നില്ലടാ, പിന്നെ ഒന്ന് കുളിപ്പിക്കാവോ? ഞാൻ നോക്കട്ടെ. വിശ്വനോ? വരുന്ന വഴിയല്ലേ? എന്തു പറ്റി കാലില്? വയനാട്ടിൽ നിന്ന് ലോഡും കയറ്റി വരുന്ന വഴിക്ക് ലോറി ഒന്ന് പാടി. തേക്കന്തടി ആയിരുന്നു, കെട്ടുപൊട്ടിപ്പോയി. ലോറി കൊക്കയിലോട്ട് മറിയുന്നപ്പോ ഞാൻ എടുത്തിന് ചാടി. ഭാഗ്യത്തിന് ഇത്രേ പറ്റിയുള്ളൂ. ലോറിപ്പണി പിന്നെ അതോടങ്ങ് നിർത്തി. പഴയ കഥകളൊന്നും ഓൻ ഓർക്കൂല. ജാതി സ്നേഹത്തിന്റെ പേരിൽ ഓൻ ഓരുടെ കൂടെ നിൽക്കും.
മുമ്പും പിമ്പും നോക്കാത്ത സ്വഭാവമാണോ അവൻ്റെത്? എങ്കിൽ അതും കൂടി കണ്ട് നമ്മൾ കരുതി നിൽക്കും. നിക്കണം, അതാ പറഞ്ഞത്. ഓനെ വിശ്വസിക്കാൻ കൊള്ളൂല. വിട്ടുവല്ലേ? ആ ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയോ? തൽക്കാലം ഒതുങ്ങിയ മട്ടാണ്. വരട്ടെ. എന്താ ശിവ? ഒന്നുമില്ല. തോന്നണില്ല. അച്ഛനെ ഞാനിപ്പോ കണ്ടു. തന്നെയാ? എങ്ങോട്ടാ? എവിടുന്ന് വരുന്നു? എന്താണോ ചോദിച്ചു കേട്ടില്ലേ? എവിടുന്നാ വരുന്നേ? നിനക്കെന്താ അവിടെ കാര്യം? കാര്യമുണ്ട്. വിശ്വനാഥനം വേണ്ട വരമുള്ളേ, നമ്മൾ തടുത്താൻ നിൽക്കില്ല. വിട്ടേരെ. വിശ്വനാഥൻ പൊയ്ക്കോ. ഓഹോ, ഇവനാണോ വിശ്വനാഥൻ? അതെ. അമ്മേ, അച്ഛാ, വിശ്വട്ടൻ വരുന്നു. ഈ അമ്മ എവിടെയാ? എന്ന് വിട്ടു? ഇന്നലെ. നേരെ ഇങ്ങോട്ട് പോന്നു അല്ലേ? ഈ കുടുംബത്തിൽ തീ കോരിയിട്ടിട്ട് മതിയായില്ല നിനക്ക്, അല്ലേടാ? അച്ഛാ, മിണ്ടരുത്. ഇവിടെ ഇവന് വേണ്ടി ഒരുത്തം പോലും വക്കാലത്ത് പറയരുത്. നിന്നെ പോലൊരുത്തരെ നൊന്ത് പറ്റതാടാ ഞാൻ ചെയ്ത തെറ്റ്. താഴത്തും നിലത്തും വെക്കാതെ പൊന്നുപോലെ വളർത്തി. എന്നിട്ട് നീ ജയിലിൽ കിടന്ന് ചത്തു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആശ്വസിച്ചേനെ. ഒരു ഉപകാരം ചെയ്യും. അന്ന് അയാളെ കുത്തി വളർത്തിയ കത്തിയില്ലേ ഇപ്പോഴും കയ്യിൽ? എന്നെ ഇവിടെയും നിന്റെ കൂടപ്പിറപ്പിനെ കുത്തിക്കൊല്ലി. എന്നിട്ട് ആയിക്കോ എന്ത് വേണമെങ്കിലും. ബഷീറേ, വിവാത്തു ബഷീറല്ലേ ഇവിടെ? ഉണ്ട്. ആരാ വിവാത്തു? ഞാനടാ. സ്വന്തം വീട്ടിൽ സ്ഥാനമില്ല. നാട്ടിൽ പണ്ടേ എന്നെ എല്ലാവർക്കും വെറുപ്പാ. ഇത്രയും വലിയൊരു ശിക്ഷ ഒരു തെറ്റിന്. ചായ എടുക്കട്ടെ? വേണ്ട, നീ അപ്പുറത്ത് പോ. ബഷീറേ, നീ വന്നത് വന്നു. മേലാൽ ഈ പടി കയറരുത്. ഞങ്ങളുടെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. നിങ്ങളുടെ ആൾക്കാർ? അതെ, നീ മാത്രമല്ല, നിന്റെ ജാതിയിൽപ്പെട്ട ആരും. ജാതിയോ? എടാ, ഹാജിയാരും രാവണി നായരും തമ്മിൽ പഴയ പക പോക്കുന്നതിന് നമ്മളെന്തിനാടാ ശത്രുക്കളാവുന്നത്? നീ ഹിന്ദുവും ഞാൻ മുസ്ലിമും ആയതുകൊണ്ട്. ഹിന്ദുവും മുസ്ലിമും പോത്തുപള്ളിക്കൂടെ മേയാൻ പണ്ട് ഓല ചുമന്നത് നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ? കാവിലെ പൂരത്തിന് കുരുത്തോല വെട്ടാൻ ആദ്യം നീങ്ങിക്കറിയ നീയല്ലേ? അതൊക്കെ പണ്ട്. ഇന്ന് അതല്ല. നീയും നിന്റെ കൂട്ടരും ഞങ്ങളുടെ ശത്രുക്കളാണ്. നീ പോയിക്കോ. ഇന്നോ ഇന്നലെയോ മാർക്കം കൂടി ഉണ്ടായവരല്ല നമ്മളാരും. തലമുറകളായിട്ടേ നമ്മൾ ഹിന്ദുക്കളാണ്.
ഈ നാട് നമ്മുടെ ഹിന്ദുക്കളുടെ നാടാണ്. നമ്മള് കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ മറ്റാരും. അത്രേ ഉണ്ടാകാവൂ. എന്നെ വിളിപ്പിച്ച എന്തിനാ അത് പറയും. പറയാം. അമ്പലത്തിലെ എഴുന്നള്ളിപ്പ് തടയാൻ മാപ്പിളാരൊരു ശ്രമം നടത്തി. அதை ചൊല്ലി തുടങ്ങിയ കശപശയാണ് ഇവിടം വരെ എത്തിച്ചത്. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല, ഉറപ്പാ. ഇനി അവന്മാര് തലപൊക്കിയാൽ മർമ്മത്തിന് കൂട്ടി ഒതുക്കണം. ആൾബലവും ശക്തിയും കൊണ്ടേ അത് പറ്റൂ. വിശ്വനാഥൻ വേണം എല്ലാറ്റിനും മുമ്പിൽ. എന്തിന്? കുത്തിമലത്താൻ അല്ലേ? വേണ്ടി വന്നാൽ. മനസ്സില്ല. വിശ്വനാഥ, ഇത് നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നമാണ്. 7 കൊല്ലം മുമ്പ് എന്നെ വിലങ്ങ് വെച്ച് ഇതിലേ കൊണ്ടുപോയപ്പോ ഒരുത്തനെയും കണ്ടില്ല. സമുദായം എനിക്കറിയാല്ല അതിനെ. ലോഹ്യം പറയാൻ വന്ന പോനെ എടങ്ങേറ് പറഞ്ഞിറക്കി ഇവിടെ ഉണ്ടായിരുന്നു ബഷീർ. ആ കാഫറിന്റെ ലോഹ്യം കുറച്ചു മതി. ഏതായാലും രാവണിയാരുടെ വലയിലാവും വീണില്ല. ഉറപ്പിക്കണ്ട, ജാതി അതാ. നമ്മൾ സൂക്ഷിച്ചു തന്നെ നിന്നാ മതി. മറ്റാരെക്കാളും നിനക്ക് മനസ്സിലാകും. അന്ന് നീ സഹിച്ചത് കൊണ്ട് ഒരുത്തന്റെ ചോരയെ വീണുള്ളൂ. പക്ഷെ അവിടെ അങ്ങോട്ട് നിന്നില്ല മോൻ. ആണ്ടോടാണ്ട് ഇതിപ്പോ എത്ര തവണയായി, എത്ര എണ്ണമായി എന്ന് കരുതി ചത്തുപോലെ വിട്ടൂടല്ലോ. നീ ഇപ്പൊ വന്ന് നന്നായി മോനെ, ഒരു തുണയായില്ല. 7 കൊല്ലം അഴിയണ്ണാൻ എനിക്കാരും തുണയുണ്ടായിരുന്നില്ല. കൊടുക്ക ബഷീറിന് വരെ ഞാൻ ശത്രു. മടുത്തു. ചാവാനുള്ള ചത്ത് തുലയട്ടെ, ഞാനാര് തടയാൻ? വിശ്വനാഥ, ഒന്നിനും എന്നെ കാക്കണ്ട. ഒരു വിശ്വനാഥൻ, നിങ്ങൾ അവനെ കണ്ടോടാ? ഒരു ദിവസം അവൻ എന്റെ മുമ്പിൽ വന്ന് ചാടും. ഈ കത്തിമോനെ കുരുക്കാനുള്ള ആളാ അവന്റെ കുഴൽമാല. എന്താ വിശ്വ തിരിച്ചു പോകുന്നത്? ഒന്നും വേണ്ടേ? വേണ്ട, ഇനിയും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ താല്പര്യമില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താൽ നാളെ പറയും തിണ്ണമെടുക്കാന്ന്. അതാ വിട്ടു കളഞ്ഞത്. അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഇനിയും കാണുമല്ലോ. അതാ പേടി. ഇറങ്ങിപ്പോന്നപ്പോ നീയും പറഞ്ഞില്ലല്ലോ നിൽക്കാൻ. ചേട്ടാ, ഞാൻ സാരമില്ല, മോള് പോയിക്കോ. ചേട്ടാ, എനിക്ക് നിന്നോട് വഴക്കൊന്നുമില്ല, പോയിക്കോ. വഴക്കും ബഹളവും പിന്നെ പോട്ടെ എന്ന് വെക്കാം. ചാവാനുള്ള ഒരു ചത്തേ പറ്റൂ. പക്ഷെ അതിന്റെ ഇടയിൽ ഈ നശിച്ച പോലീസ് കാവലാ ചതിയായി പോയത്. അതെന്താ ചേട്ടാ? ആൾക്കാര് പണ്ടത്തെ പോലെ പുറത്തിറങ്ങി നടക്കാതെ എങ്ങനെയാടാ ക്രയവിക്രയം നടക്കുക? ക്രയവിക്രയോ? പണയപ്പാടുമായിട്ട് വരിക, കടം മേടിക്കുക, പലിശയും മുതലും തിരിച്ചടക്കുക, വീണ്ടും പണയം വെക്കുക. ക്രയവിക്രയം നടന്നാലല്ലേ പെട്ടിയിൽ 10 പുത്തം വീഴത്തുള്ളൂ. കഞ്ഞിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടായി പോയല്ലോ എന്റെ കർത്താവേ. കുടിക്കാൻ കാപ്പിയോ മറ്റോ എടുക്കണോ? ഇവിടെ ആർക്കൊന്നും വേണ്ട. ഇനി അതും കൂടി കുടിച്ച് ഉടുപ്പിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. കാപ്പി ആർക്ക് തിന്നാനാ നിങ്ങൾ ഈ മുക്കിഞ്ഞരിക്കും സമ്പാദിക്കുന്നത്? നിന്റെ അമ്മയുടെ 40 അടിന്തരത്തിൽ പാച്ചോറ് വെക്കാൻ. വെറുതെ അല്ല കർത്താവ് തമ്പുരാൻ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം തരാത്തത്. ദൈവാനുഗ്രഹം കൊണ്ട് അത്രയും പണച്ചെലവ് കുറഞ്ഞു എന്ന് കരുതുകയല്ല വേണ്ടത്. ശവം പള്ളിയായ പള്ളിക്കൊക്കെ നേർന്നോളും ഗർഭം ഉണ്ടാവാൻ, മുടിപ്പിക്കാൻ. എടാ മക്കളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടത്തെ വഴക്കും ബഹളവും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തീർക്കണ്ടേ?
തീർന്നു കിട്ടിയാൽ നല്ലതാണ്. അതിനൊക്കെ മെനക്കെടാ ഇവിടെ ആർക്കാ സമയം? ആർക്കുമില്ലെങ്കിൽ എനിക്കുണ്ടടാ. ആചാരുടെ ബാബയും ആ രാമണി നായരുടെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ച ഈ മണ്ണിൽ ആദ്യം കുടിയേറി പാർത്തത്. അന്ന് ഇവിടെ ജാതി മതവും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ സന്തതി പരമ്പരകള് ചേരി തിരിഞ്ഞ് തമ്മിത്തല്ലി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്കാർക്കും ആരോടും ശത്രുതയില്ല. പക്ഷേ അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും വന്ന താന്നു കൊടുക്കാൻ പറ്റൂല. ഈ ജമ്മത്ത് പറ്റൂല. അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും ആരും വരില്ലെങ്കിൽ വരില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒരു പരസ്പര ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങോട്ടൊരാക്രമണത്തിന് മുതിരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഉറപ്പാണ് മോനെ. ഉറപ്പാണ്. അവർക്ക് രണ്ടു കൂട്ടർക്കും സമരിയാവാൻ സമ്മതമാണെങ്കിൽ പിന്നെ നമ്മൾ സത്യവിശ്വാസികൾക്ക് എന്നതാ എതിർപ്പ്? ആ പലിശ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ തിരുത്താൻ തയ്യാറായ മനസ്സും പൊരുത്തപ്പെടാൻ തയ്യാറായ മനുഷ്യരും. ഇനി ഇവിടെ സമാധാനത്തിന് കാക്കിയുടെ കാവൽ വേണ്ട സാർ. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ദയവായി ഇവിടെ നിന്ന് പോലീസിനെ പിൻവലിക്കണം സാർ. എന്താ എല്ലാരും സമ്മതിച്ചല്ലോ? ഞങ്ങൾ പൊരുത്തപ്പെടാൻ തയ്യാറാണ് സർ. വഴക്കനും വയ്യാവേരിക്കും ഇനി ഞങ്ങളില്ല.